5/2/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ശരീരമാകുന്ന വസ്ത്രം ഇവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ ഇതിനോട് മമത്വം ഇല്ലാതാക്കൂ. ഏതെങ്കിലും ബന്ധുമിത്രാദികളുടെ ഓർമ്മ വരാതിരിക്കട്ടെ. ചോദ്യം: ഏത് കുട്ടികളിൽ യോഗബലമുണ്ടോ അവരുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും? ഉത്തരം: അവർക്ക് ഒരു കാര്യത്തിലും അല്പം പോലും അസ്വസ്ഥത വരില്ല, എവിടെയും മോഹം ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് ആരെങ്കിലും ശരീരം വെടിഞ്ഞു എന്നിരിക്കട്ടെ, എങ്കിൽ ദുഃഖം ഉണ്ടാവുക സാധ്യമല്ല. കാരണം ഇവർക്ക് ഡ്രാമയിൽ ഇത്രമാത്രമാണ് പാർട്ട് ഉണ്ടായിരുന്നത് എന്നത് അറിയുന്നു. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ചു പോയി മറ്റൊരു ശരീരം സ്വീകരിക്കും. ഓം ശാന്തി. ഈ ജ്ഞാനം വളരെ ഗുപ്തമാണ്. ഇതിൽ നമസ്തേയും പറയേണ്ടതില്ല. ലോകത്തിൽ നമസ്തേ അഥവാ രാമരാമ തുടങ്ങിയവ പറയുന്നു. ഇവിടെ ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ല. കാരണം ഇത് ഒരു ഫാമിലിയാണ്. ഫാമിലിയിൽ അന്യോന്യം നമസ്തേയോ ഗുഡ് മോർണിംഗോ പറയുന്നത് ഇത്രയും ശോഭിക്കുന്നില്ല. വീട്ടിൽ ആഹാരപാനീയങ്ങൾ കഴിച്ചു, ഓഫീസിൽ പോയി, പിന്നെ വന്നു, ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. നമസ്തേ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഗുഡ് മോർണിംഗിൻ്റെ ഫാഷനും യൂറോപ്യൻസിൽ നിന്നാണ് വന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നും നടന്നിരുന്നില്ല. ഏതെങ്കിലും സത്സംഗത്തിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമസ്തേ പറയുന്നു, പാദത്തിൽ വീഴുന്നു. ഈ പാദത്തിലും മറ്റും വീഴുന്നത് വിനയത്തിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കുട്ടികളായ നിങ്ങൾക്ക് ദേഹി അഭിമാനി ആകേണ്ടതുണ്ട്. ആത്മാവ് ആത്മാവിനെ എന്തു ചെയ്യുവാനാണ്? എന്നിരുന്നാലും പറയേണ്ടതുണ്ട്. ഇതുപോലെ ബാബയോട് ബാബ നമസ്തേ എന്ന് പറയും. ഇപ്പോൾ ബാബയും പറയുന്നു, ഞാൻ സാധാരണ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു, ഇദ്ദേഹത്തിലൂടെ സ്ഥാപനം ചെയ്യിക്കുന്നു. എങ്ങനെ? അതും ബാബ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കും. ഇല്ലെങ്കിൽ ആര് എങ്ങനെ മനസ്സിലാക്കുവാനാണ്? ഈ ബാബ മുന്നിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നു. 2 പേർക്കും നമസ്തേ പറയേണ്ടി വരും. ബാബ് ദാദാ നമസ്തേ. പുറത്തുള്ളവർ അഥവാ ഇത് കേൾക്കുകയാണെങ്കിൽ കുഴങ്ങിപ്പോകും. ഈ ബാബ് ദാദാ എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ പേരും ധാരാളം മനുഷ്യർക്കുണ്ടല്ലോ. ഏതുപോലെ ലക്ഷ്മി നാരായണൻ അഥവാ രാധാകൃഷ്ണൻ എന്നും പേരുകളുണ്ട്. ഇതാണെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചായതുപോലെയായി. ഇപ്പോൾ ഇതാണെങ്കിൽ ബാബ് ദാദയാണ്. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. തീർച്ചയായും ബാബ ഉയർന്നവനാണ്. ഈ പേര് ഡബിളാണ് എങ്കിലും ഒന്നാണല്ലോ. പിന്നെ 2 പേരുടെയും പേര് എന്തുകൊണ്ട് വച്ചിരിക്കുന്നു? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇത് റോങ് ആയ പേരാണ്. ബാബയെ മറ്റാർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. നിങ്ങൾ പറയും നമസ്തേ ബാബ് ദാദാ. ബാബ പിന്നെ പറയും നമസ്തേ ശാരീരിക ആത്മീയ കുട്ടികളെ. എന്നാൽ ഇത്രയും നീണ്ടത് ശോഭിക്കുന്നില്ല. വാക്ക് റൈറ്റാണ്. നിങ്ങൾ ഇപ്പോൾ ശാരീരിക കുട്ടികളുമാണ്, ആത്മീയവുമാണ്. ശിവ് ബാബ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. പിന്നെ പ്രജാപിതാവും തീർച്ചയായുമുണ്ട്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ സഹോദരി സഹോദരന്മാരാണ്. പ്രവൃത്തി മാർഗമാകുന്നു. നിങ്ങളേവരും ബ്രഹ്മകുമാർ കുമാരിമാരാണ്. ബ്രഹ്മകുമാർ കുമാരിമാർ ആകുന്നതിലൂടെ പ്രജാപിതാവും സിദ്ധമാകുന്നു. ഇതിൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരു കാര്യവുമില്ല. പറയൂ, ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരിമാർക്ക് പിതാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു, ബ്രഹ്മാവിൽ നിന്ന് ലഭിക്കുന്നില്ല. ബ്രഹ്മാവും ശിവബാബയുടെ സന്താനമാണ്. സൂക്ഷ്മവതനവാസികളായ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ ഇവർ രചനയാണ്.
ഇവരുടെ രചയിതാവാണ് ശിവൻ. ശിവന്റെ കാര്യത്തിൽ ഈ ഒന്നിൻ്റെ ക്രിയേറ്റർ ആരാണ് എന്നാർക്കും പറയുവാൻ സാധിക്കില്ല. ശിവന് ഒരു ക്രിയേറ്റർ ഇല്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ ഇത് രചനയാണ്. ഇവർക്കും മുകളിലാണ് ശിവൻ, സർവ ആത്മാക്കളുടെയും പിതാവ്. ഇപ്പോൾ ക്രിയേറ്റർ ആണെങ്കിൽ പിന്നെ ചോദ്യമുയരുന്നു, എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്? ഇല്ല, ഇത് അനാദിയാണ്. ഇത്രയും ആത്മാക്കളെ എപ്പോൾ ക്രിയേറ്റ് ചെയ്തു? ഈ ചോദ്യം ഉയരുക സാധ്യമല്ല. ഈ അനാദിയായ ഡ്രാമ തുടർന്നു വരുന്നു, അനന്തമാണ്. ഒരിക്കലും ഇതിൻ്റെ അവസാനം ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങളും നമ്പർ അനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇത് വളരെ സഹജമാണ്. ഒരു ബാബയോടല്ലാതെ മറ്റാരോടും മോഹം ഉണ്ടാകരുത്. ആര് മരിച്ചാലും ജീവിച്ചാലും. അമ്മ മരിച്ചാലും ഹലുവ കഴിക്കണം എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ആരെങ്കിലും മരിച്ചു പോകുന്നു എന്ന് വിചാരിക്കൂ, ചിന്തയുടെ കാര്യമേ ഇല്ല. കാരണം ഈ ഡ്രാമ അനാദിയായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഡ്രാമയനുസരിച്ച് അവർക്ക് ഈ സമയത്ത് പോവുക തന്നെ വേണമായിരുന്നു. ഇതിൽ എന്ത് ചെയ്യുവാൻ സാധിക്കും? അല്പമെങ്കിലും ദുഃഖമുണ്ടാകേണ്ട കാര്യമേ ഇല്ല. ഇത് യോഗബലത്തിൻ്റെ അവസ്ഥയാണ്. ലോ പറയുന്നു, അല്പം പോലും അസ്വസ്ഥത വരാൻ പാടില്ലാത്തതാണ്. എല്ലാവരും ആക്ടേഴ്സ് ആണല്ലോ, അവരവരുടെ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. ബാബയോട് പറയുന്നു, ഹേ പരംപിതാ പരമാത്മാവേ, വന്ന് നമ്മളെ കൊണ്ടുപോകൂ. ഇത്രയും ശരീരങ്ങളുടെ എല്ലാം വിനാശം ചെയ്യിച്ച് എല്ലാ ആത്മാക്കളെയും കൂടെ കൊണ്ടുപോവുക എന്നത് വളരെ ഭാരിച്ച കാര്യമാണ്. ഇവിടെ ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ 12 മാസം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബയാണെങ്കിൽ ഇത്രയും മുഴുവൻ അനേകം ആത്മാക്കളെ കൊണ്ടുപോകും. എല്ലാവരുടെയും ശരീരം ഇവിടെ ഉപേക്ഷിക്കും. കുട്ടികൾക്കറിയാം, മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ കൊതുകുകളെ പോലെ പോയിക്കൊണ്ടിരിക്കും. നാച്ചുറൽ കലാമിറ്റീസും വരേണ്ടതുണ്ട്. ഈ മുഴുവൻ ലോകവും മാറുന്നു. ഇപ്പോൾ നോക്കൂ, ഇംഗ്ലണ്ട്, റഷ്യ തുടങ്ങിയവ എത്ര വലുതാണ്. സത്യയുഗത്തിൽ ഇവയെല്ലാം ഉണ്ടായിരുന്നുവോ? നമ്മുടെ രാജ്യത്തിൽ ഇവയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ലോകത്തിൽ ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ഒരേ ഒരു ധർമ്മം, ഒരേ ഒരു രാജ്യം ഉണ്ടായിരുന്നു. നിങ്ങളിലും നമ്പർ വൈസായാണ് ബുദ്ധിയിൽ നല്ല രീതിയിൽ ഇരിക്കുന്നത്. അഥവാ ധാരണ ഉണ്ടെങ്കിൽ ആ ലഹരി സദാ കയറിയിരുന്നേനെ. ലഹരി ആർക്കെങ്കിലും കയറിയിരിക്കുന്നത് വളരെ പ്രയാസമാണ്. മിത്രസംബന്ധികൾ തുടങ്ങി എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഓർമ്മ മാറ്റി ഒരു പരിധിയില്ലാത്ത സന്തോഷത്തിൽ നിലനിൽക്കുന്നത് വലിയ അത്ഭുതമാണ്. പിന്നെ ഇതും അന്തിമത്തിൽ ഉണ്ടാകും. അവസാനം തന്നെയാണ് കർമാതീത അവസ്ഥ നേടുന്നത്. ശരീരത്തിൽ നിന്നും ബോധം ഇല്ലാതാകുന്നു. ഇപ്പോൾ നമ്മൾ പോവുകയാണ്, ഇത്രമാത്രം. ഇത് സാധാരണ പോലെയാകും. ഇതുപോലെ നാടകത്തിലുള്ളവർ പാർട്ട് അഭിനയിച്ച ശേഷം വീട്ടിലേക്ക് പോകുന്നു. ഈ ദേഹമാകുന്ന വസ്ത്രം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഈ വസ്ത്രം ഇവിടെ തന്നെയാണ് എടുക്കുന്നത്, ഇവിടെ തന്നെ ഉപേക്ഷിക്കുന്നു. ഈ എല്ലാ പുതിയ കാര്യങ്ങളും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, മറ്റാരുടെയും ബുദ്ധിയിൽ ഇല്ല. അൽഫും ബേയും. അൽഫാണ് ഏറ്റവും മുകളിൽ. ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കറിലൂടെ വിനാശം, വിഷ്ണുവിലൂടെ പാലന എന്ന് പറയുകയും ചെയ്യുന്നു. ശരി, ബാക്കി ശിവന്റെ കാര്യം എന്താണ്? ഉയർന്നതിലും ഉയർന്ന ശിവബാബയെ ആരും അറിയുന്നില്ല. ആ ഒന്ന് സർവവ്യാപിയാണ്. ഇതെല്ലാം ആ ഒന്നിൻ്റെ തന്നെ രൂപമാണ് എന്ന് പറയുന്നു. മുഴുവൻ ലോകത്തിൻ്റെയും ബുദ്ധിയിൽ ഇത് ഉറച്ചുപോയി. അതിനാൽ എല്ലാവരും തമോ പ്രധാനം ആയിരിക്കുകയാണ്. ബാബ പറയുന്നു, മുഴുവൻ ലോകവും ദുർഗതി പ്രാപിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ തന്നെ വന്ന് എല്ലാവർക്കും സദ്ഗതി നൽകുന്നു. അഥവാ സർവവ്യാപിയാണെങ്കിൽ എല്ലാവരും ഭഗവാൻ തന്നെ ഭഗവാനാണോ? ഒരു ഭാഗത്ത് പറയുന്നു ഓൾ ബ്രദേഴ്സ്, പിന്നെ പറയുന്നു ഓൾ ഫാദേഴ്സ്.
മനസ്സിലാക്കുന്നില്ല? ഇപ്പോൾ കുട്ടികളായ നിങ്ങളോട് പരിധിയില്ലാത്ത ബാബ പറയുന്നു, കുട്ടികളെ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നിങ്ങൾക്ക് ഈ ദാദായെയോ മമ്മയെയോ പോലും ഓർമ്മിക്കേണ്ടതില്ല. ബാബ പറയുന്നു, മമ്മയ്ക്കോ ബാബയ്ക്കോ ആർക്കും യാതൊരു മഹിമയുമില്ല. ശിവ് ബാബ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ബ്രഹ്മാവും എന്തു ചെയ്തേനെ? ഇദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിലൂടെ എന്തുണ്ടാകും? നിങ്ങൾക്കറിയാം, ഇദ്ദേഹത്തിലൂടെ നമ്മൾ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു, ഇദ്ദേഹത്തിൽ നിന്നല്ല. ഇദ്ദേഹവും ആ ഒന്നിൽ നിന്നാണ് സമ്പത്ത് നേടുന്നത്. അപ്പോൾ ഓർമ്മിക്കേണ്ടത് ആ ഒന്നിനെയാണ്. ഈ ഒന്ന് ഇടയിലുള്ള ദല്ലാളാണ്. ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിവാഹ നിശ്ചയം ഉണ്ടാകുമ്പോൾ അന്യോന്യം ഓർമ്മിക്കുമല്ലോ. വിവാഹം കഴിപ്പിക്കുന്നയാൾ ഇടയിൽ ദല്ലാളായി. ഇദ്ദേഹത്തിലൂടെ ബാബ ആത്മാക്കളായ നിങ്ങളുടെ വിവാഹ നിശ്ചയം താനുമായി നടത്തുന്നു. അതിനാൽ സദ്ഗുരുവിനെ ദല്ലാളിൻ്റെ രൂപത്തിൽ ലഭിച്ചു എന്ന് മഹിമയുമുണ്ട്. സദ്ഗുരു ദല്ലാളൊന്നുമല്ല, സദ്ഗുരു നിരാകാരനാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഗുരു ഒന്നുമല്ല. സദ്ഗുരു ഒരു ബാബ തന്നെയാണ്. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ബാബ നിങ്ങളെ പഠിപ്പിച്ചു തന്നു, അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരോടും പറയുന്നു, കണ്ടും കാണാതിരിക്കൂ. ബുദ്ധി ശിവ് ബാബയുമായി യോജിച്ചിരിക്കണം. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ അത് ഖബറിൽ പ്രവേശിക്കേണ്ടതുണ്ട്. ഓർമ്മിക്കേണ്ടത് ഒരു ബാബയെയാണ്, ഇദ്ദേഹത്തെ അല്ല. ബുദ്ധി പറയുന്നു, ഇദ്ദേഹത്തിൽ നിന്നും സമ്പത്ത് ലഭിക്കുകയില്ല. സമ്പത്ത് പിതാവിൽ നിന്നാണ് ലഭിക്കേണ്ടത്. പോകേണ്ടതും പിതാവിൻ്റെ അടുത്തേക്കാണ്. സ്റ്റുഡൻറ്റിനെ ഓർമ്മിക്കുകയില്ല. സ്റ്റുഡൻറ്റ് ടീച്ചറിനെയാണല്ലോ ഓർമ്മിക്കുക. സ്കൂളിൽ ആരാണോ തീവ്രതയുള്ള കുട്ടികൾ, അവർ പിന്നെ മറ്റുള്ളവരെയും ഉയർത്തുന്നതിൻ്റെ പരിശ്രമം ചെയ്യുന്നു. ബാബയും പറയുന്നു, അന്യോന്യം ഉയരങ്ങളിൽ ഉയർത്തുന്നതിൻ്റെ പരിശ്രമം ചെയ്യൂ. എന്നാൽ ഭാഗ്യത്തിൽ ഇല്ലെങ്കിൽ പുരുഷാർത്ഥവും ചെയ്യുന്നില്ല. അല്പം കൊണ്ട് മാത്രം തൃപ്തമാകുന്നു. മനസ്സിലാക്കിച്ചു കൊടുക്കണം. എക്സിബിഷനിൽ ധാരാളം പേർ വരുന്നു. വളരെ പേരെ മനസ്സിലാക്കിക്കുന്നതിലൂടെ ഉന്നതി വളരെയധികം ഉണ്ടാകും. ക്ഷണം നൽകി വിളിക്കുന്നു. അപ്പോൾ വലിയ വലിയ വിവേകമുള്ള വ്യക്തികൾ വരും. ക്ഷണമില്ലാതെയാണെങ്കിൽ പല പ്രകാരത്തിലുള്ള ആളുകൾ വരുന്നു. എന്തെല്ലാം തലകീഴായവ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റോയൽ മനുഷ്യരുടെ പെരുമാറ്റ രീതികളും റോയൽ ആയിരിക്കും. റോയൽ വ്യക്തികൾ റോയൽറ്റിയോടെ ഉള്ളിൽ പ്രവേശിക്കും. പെരുമാറ്റത്തിലും വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കും. മറ്റവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഉത്കൃഷ്ടതയൊന്നും ഉണ്ടായിരിക്കില്ല. മേളയിൽ എല്ലാ പ്രകാരത്തിലുള്ളവരും വരുന്നു. ആരെയും വിലക്കുന്നില്ല. അതിനാൽ എവിടെയെങ്കിലും എക്സിബിഷനിൽ ഇൻവിറ്റേഷൻ കാർഡ് ഉപയോഗിച്ച് വിളിക്കുകയാണെങ്കിൽ റോയലായ നല്ല നല്ല ആൾക്കാർ വരും. പിന്നെ അവർ മറ്റുള്ളവരെയും പോയി കേൾപ്പിക്കും. ചിലപ്പോൾ ഫീമെയിൽസിൻ്റെ പ്രോഗ്രാം വയ്ക്കൂ. അപ്പോൾ കേവലം ഫീമെയിൽസ് മാത്രം വന്ന് കാണട്ടെ. കാരണം ചിലയിടങ്ങളിൽ ഫീമെയിൽസ് വളരെയധികം തിരശ്ശീലയ്ക്കുള്ളിൽ ഇരിക്കുന്നവരാണ്. വീട്ടിൽ തന്നെ മറഞ്ഞിരിക്കുന്നവരാണ് എന്നർത്ഥം. അപ്പോൾ കേവലം ഫീമെയിൽസിൻ്റെ മാത്രം പ്രോഗ്രാം ഉണ്ടാകണം. മെയിൽസ് ആരും തന്നെ വരരുത്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശിവ് ബാബ നിരാകാരനാണ്. ശിവ് ബാബയും പ്രജാപിത ബ്രഹ്മാവും രണ്ടുപേരും ബാബയായി. രണ്ട് ബാബമാരിൽ നിന്നും സമ്പത്ത് ലഭിക്കാൻ തക്കവണ്ണം രണ്ടുപേരും ഏകരസമാവുക സാധ്യമല്ല. സമ്പത്ത് മുത്തച്ഛൻ്റെയോ പിതാവിൻ്റേതോ ലഭിക്കും. മുത്തച്ഛൻ്റെ സ്വത്തിൻ്റെ മേൽ അവകാശമുണ്ട്. എങ്ങനെയുള്ള കുപുത്രനായ കുട്ടിയായിരുന്നാലും മുത്തച്ഛൻ്റെ സമ്പത്ത് ലഭിക്കും. ഇത് ഇവിടെയുള്ള നിയമമാണ്. ഇവർക്ക് പൈസ ലഭിച്ചാൽ 1 വർഷത്തിനുള്ളിൽ
പാഴാക്കും എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ലോ ഇങ്ങനെയാണ്, അത് കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബാബ അനുഭവിയാണ്. ഒരു രാജാവിൻ്റെ പുത്രനുണ്ടായിരുന്നു. 1,00,00,000 രൂപ 12 മാസത്തിൽ ഇല്ലാതാക്കി കളഞ്ഞു. ഇങ്ങനെയും നടക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ശിവബാബ പറയില്ല. ഈ ദാദായാണ് പറയുന്നത്. ഞാൻ ധാരാളം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ലോകം വളരെ മോശമായതാണ്. ഇത് പഴയ ലോകം തന്നെയാണ്, പഴയ വീടാണ്. പഴയ വീടിനെ എല്ലായ്പ്പോഴും പൊളിക്കേണ്ടി വരും. ഈ ലക്ഷ്മി നാരായണൻ്റെ രാജകീയ വീട് നോക്കൂ, എത്ര ഫസ്റ്റ് ക്ലാസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ബാബയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും നരനിൽ നിന്നും നാരായണനാകുന്നു. ഇത് സത്യനാരായണൻ്റെ കഥയാണ്. ഇതും കുട്ടികളായ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളിലുള്ളവരും പൂർണ്ണമായും ഫ്ലവേഴ്സ് ഇപ്പോൾ ആയിട്ടില്ല. ഇതിൽ വളരെ നല്ല റോയൽറ്റി ആവശ്യമാണ്. നിങ്ങൾ ദിനംപ്രതിദിനം ഉന്നതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, ഫ്ലവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾ സ്നേഹത്തോടെ ബാബ് ദാദ എന്ന് പറയുന്നു. ഇതും നിങ്ങളുടെ പുതിയ ഭാഷയാണ്. അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ബാബ എവിടെയെങ്കിലും പോവുകയാണെന്ന് വിചാരിക്കൂ. കുട്ടികൾ പറയും, ബാബ് ദാദ നമസ്തേ. ബാബ റെസ്പോൺസ് നൽകും. ആത്മീയ ശാരീരിക കുട്ടികൾക്ക് നമസ്തേ ഇങ്ങനെ പറയേണ്ടി വരുന്നല്ലോ. ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ പറയും, ഇതൊരു പുതിയ കാര്യമാണ്. ബാബ് ദാദ ഒരുമിച്ച് എങ്ങനെയാണ് പറയുന്നത്? ബാബയും ദാദയും രണ്ടുപേരും എപ്പോഴെങ്കിലും ഒന്നാകുമോ? പേര് രണ്ടുപേരുടേതും വേറെയാണ്. ശിവ് ബാബ, ബ്രഹ്മ ദാദ. നിങ്ങൾ ഇവർ രണ്ടുപേരുടെയും കുട്ടികളാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശിവ് ബാബ ഇരിക്കുകയാണ്. നമ്മൾ ബാബ് ദാദയുടെ കുട്ടികളാണ്. ഇതും ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ സന്തോഷത്തിൻ്റെ രസം കയറിയിരുന്നേനെ. ഡ്രാമയിലും ഉറച്ചവരായിരിക്കണം. ആരെങ്കിലും ശരീരം വെടിഞ്ഞു എന്ന് വിചാരിക്കൂ, പോയി മറ്റൊരു പാർട്ട് അഭിനയിക്കും. ഓരോ ആത്മാവിനും അവിനാശി പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ യാതൊരു ചിന്തയും ഉണ്ടാകേണ്ട ആവശ്യമില്ല. അവർക്ക് മറ്റൊരു പാർട്ട് പോയി അഭിനയിക്കേണ്ടതുണ്ട്. തിരികെ വിളിക്കാൻ സാധിക്കില്ല. ഡ്രാമയാണല്ലോ. ഇതിൽ കരയേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥ ഉള്ളവർ തന്നെയാണ് പോയി നിർമോഹി രാജാവാകുന്നത്. സത്യുഗത്തിൽ എല്ലാവരും നിർമോഹിയായിരിക്കും. ഇവിടെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ എത്ര കരയുന്നു. ബാബയെ നേടിക്കഴിഞ്ഞു, അപ്പോൾ പിന്നെ കരയേണ്ട ആവശ്യമേ ഇല്ല. ബാബ എത്ര നല്ല വഴി പറഞ്ഞു തരുന്നു. കന്യകമാരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. പിതാവ് വ്യർത്ഥമായി പൈസ ചിലവഴിക്കുകയും നിങ്ങൾ പോയി നരകത്തിൽ കിടക്കുകയും ചെയ്യുക എന്നതിനേക്കാൾ പറയൂ, നമ്മൾ ഈ പൈസ കൊണ്ട് ആത്മീയ യൂണിവേഴ്സിറ്റി കം ഹോസ്പിറ്റൽ തുറക്കാം. ധാരാളം പേരുടെ മംഗളം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെയും പുണ്യം നമ്മുടെയും പുണ്യം ഉണ്ടാകും. കുട്ടികൾ സ്വയവും ഉത്സാഹത്തിലിരിക്കുന്നവരാകണം. നമ്മൾ ഭാരതത്തെ സ്വർഗമാക്കുന്നതിനായി ശരീരവും മനസ്സും ധനവും എല്ലാം ചിലവ് ചെയ്യും. ഇത്രയും ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. നൽകണം എന്നുണ്ടെങ്കിൽ നൽകൂ, നൽകണമെന്നില്ലെങ്കിൽ നൽകേണ്ടതില്ല. നിങ്ങൾ തൻ്റെ മംഗളവും വളരെ പേരുടെ മംഗളവും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇത്രയും ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. വിശേഷിച്ച് കുമാരിമാർ വളരെയധികം എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ പെരുമാറ്റ രീതികൾ വളരെ റോയലാക്കി വയ്ക്കണം. വളരെ ഉത്കൃഷ്ടതയോടെ സംസാരിക്കണം. വിനയത്തിൻ്റെ ഗുണം ധാരണ ചെയ്യണം. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണപ്പെടുന്നുവോ ഇവയെല്ലാം
ഖബറിൽ പ്രവേശിക്കേണ്ടവയാണ്. അതിനാൽ ഇവയെ കണ്ടും കാണാതിരിക്കണം. ഒരു ശിവ് ബാബയെ തന്നെ ഓർമ്മിക്കണം, ഏതെങ്കിലും ദേഹധാരിയെ അല്ല. വരദാനം: മാസ്റ്റർ ജ്ഞാനസാഗരമായി പാവകളുടെ കളി സമാപ്തമാക്കുന്ന സ്മൃതി സമർത്ഥ സ്വരൂപമായി ഭവിക്കട്ടെ. ഏതുപോലെ ഭക്തിമാർഗത്തിൽ മൂർത്തിയെ ഉണ്ടാക്കി പൂജയും മറ്റും ചെയ്യുന്നു, പിന്നെ അതിനെ മുക്കുന്നു, അതായത് ജലത്തിൽ മുക്കുന്നു. അപ്പോൾ താങ്കൾ അതിനെ പാവകളുടെ പൂജ എന്ന് പറയുന്നു. ഇതേപോലെ താങ്കളുടെ മുന്നിലും ഏതെങ്കിലും നിർജീവവും സാരരഹിതവുമായ കാര്യങ്ങൾ, ഈർഷ്യ, അനുമാനം, ആവേശം തുടങ്ങിയവ വരികയും താങ്കൾ അതിനെ വിസ്താരത്തിലാക്കി ഇത് സത്യമാണ് എന്ന് അനുഭവിക്കുകയോ അനുഭവം ഉണ്ടാക്കിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതും അതിൽ പ്രാണൻ നിറയ്ക്കുന്നത് പോലെയാണ്. പിന്നെ അതിനെ ജ്ഞാനസാഗരനായ ബാബയുടെ ഓർമ്മയിലൂടെ കഴിഞ്ഞതിനെ കഴിഞ്ഞതാക്കി ഉന്നതിയുടെ അലകളിൽ മുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിലും ടൈം വേസ്റ്റായി പോകുന്നുവല്ലോ. അതിനാൽ ആദ്യമേ തന്നെ മാസ്റ്റർ ജ്ഞാനസാഗരമായി സ്മൃതി സമൃദ്ധി ഭവ എന്ന വരദാനത്തിലൂടെ ഈ പാവകളുടെ കളികൾ സമാപ്തമാക്കൂ. സ്ലോഗൻ: ആരാണോ വേണ്ട സമയത്ത് സഹയോഗിയാകുന്നത് അവർക്ക് 1 കോടി മടങ്ങ് ഫലം ലഭിക്കുന്നു. അവ്യക്ത സൂചന: ഏകാന്ത പ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കളോ ധർമ്മ നേതാക്കളോ ഉണ്ടോ അവർക്ക് പവിത്രതയുടെയും ഏകതയുടെയും അനുഭവം ഉണ്ടാക്കിക്കൂ. ഇതിൻ്റെ കുറവ് കാരണം 2 സത്തകൾ അതായത് ശക്തികൾ ദുർബലമാണ്. ധർമ്മസത്തയെ ധർമ്മസത്താഹീനം ആക്കുന്നതിനുള്ള വിശേഷ മാർഗമാണ് പവിത്രതയെ സിദ്ധമാക്കുക. രാജ്യസത്തയിലുള്ളവരുടെ മുന്നിൽ ഏകതയെ സിദ്ധമാക്കുക. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ബൃഹസ്പതിയായ ബാബ ഭാഗ്യവിധാതാവിൻ്റെ രൂപത്തിൽ ശ്രേഷ്ഠ ഭാഗ്യമുണർത്തുന്ന ഈ സംഗമവേളയിൽ മധുരമായ ബാബ എന്ന ഭാവനായുക്ത സങ്കല്പം മനസ്സിൽ വരുമ്പോൾ തന്നെ ബാബയുടെ അലൗകിക കൂട്ടുകെട്ട് എനിക്ക് അനുഭവമാകുന്നു. സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവും സുഖദായകവുമായ ഈ സ്മൃതിയുടെ ആനന്ദം ഞാൻ എടുക്കുന്നു. ശിവബാബയുടെ ജ്യോതിർബിന്ദു രൂപത്തിൽ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ ഞാൻ ശക്തിശാലി സ്ഥിതി അനുഭവിക്കുന്നു. ഈ സൂക്ഷ്മ സ്മൃതിയുടെ
ശക്തി മായയുടെ വിഭിന്ന സമസ്യകളെ സമാപ്തമാക്കുന്നു. വിഘ്നങ്ങൾ വിനാശമാക്കുന്നു. സ്ഥൂല അഗ്നിയുടെ പരിവർത്തന ശക്തി പോലെ ഈ സൂക്ഷ്മ യോഗാഗ്നി പൂർവജന്മ പാപങ്ങളെ ഭസ്മമാക്കുന്നു. ഞാൻ സ്വച്ഛവും ലൈറ്റ് സ്വരൂപവുമാകുന്നു. ഭാരരഹിതമാകുന്നു. ഈ ശക്തിശാലി സ്ഥിതി നിലനിർത്തിക്കൊണ്ട് ഞാൻ ആത്മസിംഹാസനമായ ഭൃഗുടിയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ശക്തിയുടെ തരംഗങ്ങൾ സ്വതവേ വ്യാപിക്കുന്നു. ഇത് അന്തരീക്ഷത്തെ സ്നേഹമയവും ശക്തിശാലിയും ആക്കുന്നു. ബൃഹസ്പതിയായ ബാബയുടെ ഓർമ്മയുടെ ഛത്രഛായയിൽ ഞാൻ ഇപ്രകാരം സ്ഥിതി ചെയ്യുമ്പോൾ മനസ്സ ശക്തിശാലിയായി, വാച നോളജ്ഫുള്ളായി, കർമ്മണ ലവ്ഫുള്ളായി, സഹജമായി സ്ഥിതി ചെയ്യാൻ എനിക്ക് കഴിയുന്നു.